ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കണം എന്നാണ് ദൈവം നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കാൾ പ്രധാനമാണ് ദൈവത്തിൻ്റെ പ്രസാദം. എന്നെ ദൈവം അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. വീട് കിട്ടി, വാഹനം കിട്ടി, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി, രോഗശാന്തി കിട്ടി, അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന ആളുകൾ. എന്നാൽ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം. 1 കൊരിന്ത്യർ 10-5 വാക്യത്തിൽ, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം ആണ് 1 കൊരിന്ത്യർ 10. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലുള്ള സഭയെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയത് നമ്മുടെ പിതാക്കന്മാർ ദൈവത്താൽ നയിക്കപ്പെട്ടവരായിരുന്നു എന്നുള്ള ചരിത്ര സത്യം ഓർപ്പിച്ചുകൊണ്ടാണ്. 1 അധ്യായത്തിൽ 10 1 വചനത്തിൽ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ്റെ കീഴിൽ ആയിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താണ് ഈ മുന്നറിയിപ്പ് കൊരിന്ത്യ സഭയ്ക്ക് നൽകുവാനുള്ള കാരണം? ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് ദൈവം മരുപ്രയാണത്തിൽ വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നു. അവരെ മേഘത്തിൻ്റെ കീഴിൽ ദൈവം നടത്തുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേൽക്കുന്നു. അവർക്കെല്ലാവർക്കും ഒരേ ആത്മീയ ആഹാരം ദൈവം കൊടുക്കുന്നു. അവരുടെ ജീവിതത്തിൽ പാപസ്വഭാവങ്ങളുണ്ടായിട്ടും, പിറുപിറുപ്പുണ്ടായിട്ടും, മത്സരമുണ്ടായിട്ടും, പല വിധത്തിലുള്ള ജഡസ്വഭാവങ്ങൾ അവരിൽ വെളിപ്പെട്ടിട്ടും അവർക്കാർക്കും മന്ന കൊടുക്കുന്നത് ദൈവം നിർത്തിയില്ല. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാതിരുന്നില്ല. അവരെ എതിർത്ത ശത്രുക്കളെ ദൈവം കീഴ്പ്പെടുത്തി കൊടുക്കാതിരുന്നില്ല. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ വചനങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുന്നു എന്നുള്ളത് നമ്മിൽ ദൈവത്തിന് പ്രസാദം ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമല്ല. ദൈവം നമ്മിൽ പ്രസാദിക്കണം എങ്കിൽ നാം ദൈവത്തിൻ്റെ വചനത്തിന് യോഗ്യമാവണ്ണം നടക്കണം, ക്രിസ്താനുരൂപരായി നാം ജീവിക്കണം. നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തിയും ദൈവവചനത്തിന് ഒത്തവണ്ണം അല്ലെങ്കിൽ തീർച്ചയായും ദൈവത്തിന് നമ്മിൽ പ്രസാദം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. ഹാബേലിലും അവൻ്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചതുപോലെ യേശു കർത്താവ് യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മിൽ പ്രസാദിച്ചിരിക്കണം. എന്നാൽ ഒരു വലിയ സമൂഹത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, അവരിൽ മിക്ക പേരിലും ഞാൻ പ്രസാദിച്ചില്ല. കാരണം അവരുടെ ഹൃദയകാഠിന്യം, അവരുടെ മത്സരം, അവർക്ക് ദൈവത്തിൽ ഉണ്ടായ അവിശ്വാസം, വേഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയുന്ന അവരുടെ നിലവാരം, ഇതൊക്കെ നിമിത്തം പലപ്പോഴും ദൈവം അവരിൽ പ്രസാദിച്ചില്ല എന്നാണ് നാം കാണുന്നത്. പ്രിയരെ, ഈ ദൈവവചനം നാം ധ്യാനിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിനും ബാധകമല്ലേ? നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. അത് ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്നുള്ളതിൻ്റെ തെളിവായി എടുത്ത് പലരും സംതൃപ്തിയോടെ കഴിയുകയാണ്. എന്നാൽ വ്യസനത്തിനുള്ള മാർഗം നമ്മിൽ ഉണ്ടോ എന്ന് നമ്മിൽ എത്ര പേർ ശോധന ചെയ്തിട്ടുണ്ട്? കർത്താവെ, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നമ്മിൽ എത്ര പേർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നമ്മിൽ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? ഉയരത്തിലുള്ളതാണോ നാം ചിന്തിക്കുന്നത്, അതോ ഭൂമിയിലുള്ളതാണോ? ഇതൊക്കെ നാം വിലയിരുത്തുമ്പോൾ
നമ്മിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത നിത്യജീവനിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത ദേശമായ കനാൻ ആയിരുന്നു ദൈവം കൊടുത്ത മേത്തരമായ വാഗ്ദത്തം എന്ന് പറയുന്നത്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. എന്നാൽ ദൈവം പ്രസാദിക്കാത്ത പലർക്കും അവിടെ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലാത്തതുപോലെ വാഗ്ദത്തമായ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ജീവിക്കുന്നവർക്കാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും ദൈവമേ അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവപ്രസാദമാണെന്ന് ചിന്തിച്ച് ആരും അവരുടെ ജീവിതം അലക്ഷ്യമാക്കുവാൻ നീ അനുവദിക്കരുത്. ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശോധന ചെയ്യണം. വചനം കേട്ട് അത് ഹൃദയത്തിൽ കരുതുവാൻ എല്ലാവർക്കും കൃപ നൽകണം. ദൈവപ്രസാദമുള്ളവരായി എല്ലാവരും ജീവിക്കേണ്ടതിന് സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ പോലെയാ